സ്ത്രീകൾക്ക് ഫീമെയിൽ പാറ്റേൺ ബാൽനസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അവർക്കുള്ള കഷണ്ടി ആണത്. പക്ഷേ അവർ ആൻഡ്രോജനിക് അല്ല. ആക്ച്വലി നമ്മളെ ആണുങ്ങളെ പോലെ ആക്ച്വലി ഫീമെയിൽസിന് വരുന്ന കഷണ്ടി ഒരു ഹോർമോൺ ഡിപ്പെൻഡൻ്റ് അല്ല എന്നാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത്. കാരണം ആൻഡ്രോജൻസ് അവർക്ക് ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞ ആളുകൾക്കും ഇത് കൂടുന്നുണ്ട്, ടെസ്റ്റോസ്റ്ററോൺ കൂടിയ ആളുകൾക്കും മുടി പോകുന്നുണ്ട്. അപ്പോൾ ഹോർമോൺ ഡിപ്പെൻഡൻ്റ് അല്ല എന്ന് പല കേസ് സ്റ്റഡി, ഞാൻ ഈ പറയുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റീൻ്റെ ലൈബ്രറിയിൽ നിങ്ങൾക്ക് കാണാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ എന്താ പറയുക പേപ്പേഴ്സ്, അതിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇത് യൂസ്ഫുൾ ആവാം, PRP യൂസ്ഫുൾ ആവാം. പക്ഷേ ആണുങ്ങൾക്ക് PRPനെ കൊണ്ട് യാതൊരു കാര്യമില്ല, പൈസ പോക്കറ്റിന് പോകും, അത്രയേ ഉള്ളൂ. GFCനെ കൊണ്ടും കാര്യമില്ല. ഈ PRPയും GFCയും ഇന്ത്യക്ക് കുറച്ചൊരു 10,000-3,000 റുപ്യ കൂടി കൂടുതലിട്ട് നിങ്ങൾക്ക് അടിപൊളി സ്റ്റെം സെൽസ് ചെയ്യാം. പിന്നെന്താ പ്രശ്നം? ഇപ്പം അതുകൊണ്ടും പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്. ട്രാൻസ്പ്ലാന്റേഷനും സ്റ്റെം സെൽസും നമ്മൾ വ്യത്യാസമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫർ ചെയ്യാൻ തരാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ അടുത്ത് നിന്ന് സ്റ്റെം സെൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ട് ഇന്നലെ ഇന്നും മിഞ്ഞാന്നൊക്കെ ആയിട്ട് കുറേ ആളുകൾ വന്നു. നാളെ തൊട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവും സ്റ്റെം സെൽസിൽ. ഓക്കെ, എന്തെങ്കിലും ചെയ്തു തരണ്ടേ സബ്സ്ക്രൈബേഴ്സിന്? നിങ്ങൾ എന്നെ സഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്തു തരണേ. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചീത്ത പറയരുത്, എല്ലാം കേൾക്കുക, എല്ലാം നല്ല സെൻസിൽ എടുക്കുക. ഓക്കെ, ബൈ.